ശബരിമലയിൽ നിലവിലെ സാഹചര്യം എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ക്രമാതീതമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ തിരക്കിന് അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിതി നിയന്ത്രണ വിധേയമായി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതുകളിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ, കോട്ടെ ഒരു 10 പേരും, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ. അത് ബോധപൂർവം ഉണ്ടായതാണ്, അത് യാദൃശ്ചികമായി ഉണ്ടായതല്ല. അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവരെ ബെയിലി പാലം വഴി കുറച്ച് പേരെ വിട്ടു. അവർ ക്യൂ വഴി വന്നവരല്ല, അവരിവിടെ കൂടെയൊക്കെ ചാടി വന്നവരാണ്. അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബെയിലി പാലം വഴി വിട്ടു. കുറച്ച് പേരിവിടെ വന്നു. ഈ വടക്കേ മുറ്റത്തുകൂടെ അവരെ ആദ്യം വിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിഷ്വലിൽ ഭയങ്കരമായിട്ട് ആൾ നിറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ്. ഇവിടെ ആൾ വരുന്നതനുസരിച്ചിട്ട് അവരെ 18-ാം പടി മറ്റവരോടൊപ്പം കയറ്റി തൊഴുത് വിടും. അതാണ് വിഷയം. നാളെ മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 പരിമിതപ്പെടുത്തും. നിലയ്ക്കലിലും പമ്പയിലും തീർത്ഥാടക പ്രവാഹം നിയന്ത്രിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP എസ് ശ്രീജിത്തും പറഞ്ഞു. തീർച്ചയായിട്ടും ആശ്വാസമുണ്ട്, പക്ഷെ ആശ്വസിക്കാറായിട്ടില്ല. ഞങ്ങൾ അക്ഷീണം പ്രവർത്തിച്ച പറ്റുള്ളൂ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ആ ഒരു തിരക്കിന് ഒരു ചെറിയ ശമനം വന്നിട്ടുണ്ട്. ഇനി ആൾക്കാർ ദർശനം കഴിഞ്ഞ് പോകുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ സൗകര്യം കിട്ടും. കുറച്ചും കൂടെ ക്രമമായിട്ട് ആൾക്കാർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമായിരുന്നു. നമ്മൾ ബുക്കിംഗ് പറഞ്ഞിട്ടുള്ള സ്ലോട്ട്സ് മാത്രം ഇപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഫുള്ളായി, ഇപ്പോൾ ഇന്നത്തെ നാളത്തെയൊക്കെ ഫുള്ളായി. അപ്പോൾ അത് കഴിഞ്ഞ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് ഇപ്പോൾ തൽക്കാലം വരരുത്. വരികയാണെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഒഴിവ് വരുന്ന ദിവസം വരെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരാവൂ. അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രി VN വാസവന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയില്ല. MG പ്രതീഷ്, AV ജയശങ്കർ എന്നിവർ തത്സമയം വിശദാംശങ്ങളുമായി. MG പ്രതീഷ് ഉള്ളത് സന്നിധാനത്തും AV ജയശങ്കർ ഉള്ളത് നിലയ്ക്കലിലുമാണ്. ആദ്യം നമ്മൾ പോകുന്നത് സന്നിധാനത്തേക്കാണ്, MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഇന്നിപ്പോൾ കുറേ മണിക്കൂറുകളോളം നീളുന്ന ക്യൂ ആയിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ 18-ാം പടിക്കൊക്കെ താഴെ അവിടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന തരത്തിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാറായോ? MG പ്രതീഷിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുള്ളൂ. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. പ്രതീഷിലേക്ക് ഉടൻ തന്നെ എത്താം. ഇന്ന് ഉച്ചയോടെയാണ് വലിയ തിരക്ക് തിരക്ക് ദൃശ്യമാകുന്നത്. അത് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം വലിയ തിരക്കായിരുന്നു. പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ അനിയന്ത്രിതമായ ഭക്തജന തിരക്ക് ആണ് ഉണ്ടായത്. AV ജയശങ്കറിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ സന്നിധാനത്തേക്ക് എത്തും. നിലയ്ക്കലിലാണ് AV ജയശങ്കർ ഉള്ളത്. ജയശങ്കർ, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? അവിടെ എല്ലാം തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനമായിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം നിലവിൽ? അനുജ, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എല്ലാം പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ നിലയ്ക്കൽ നിന്ന് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ, സ്വകാര്യ വാഹനങ്ങൾ, അയ്യപ്പ ഭക്തരുടെ സ്വകാര്യ വാഹനങ്ങൾ എല്ലാം തന്നെ പമ്പയിലേക്ക് കടത്തിവിടുന്നുണ്ട്. പമ്പയിലെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും സ്വകാര്യ വാഹനങ്ങൾക്ക് പാസ് നൽകിക്കൊണ്ട് അവയെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ഒപ്പം തന്നെ KSRTCയുടെ ദീർഘദൂര ബസ്സുകളും പമ്പ നിലയ്ക്കൽ റൂട്ടിലുള്ള ബസ്സുകളും 10 മിനിറ്റ് ഇടവേളകളിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്വകാര്യ വാഹനങ്ങൾ പോകുന്നു. കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് സാഹചര്യം ഇതായിരുന്നില്ല. മുഴുവൻ വാഹനങ്ങളും നിലയ്ക്കൽ ഇലവങ്കലിനിടയിൽ പോലീസ് തടയുകയും കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രണത്തിലാകുന്നവരെ ഇത്തരത്തിൽ തന്നെ നീക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ചെറിയ അയവ് വന്നിട്ടുണ്ട്. നിലവിൽ ഈ നിലയ്ക്കലിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്നു. ഒപ്പം തന്നെ 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ നിയന്ത്രണങ്ങൾ നീക്കി വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പമ്പയിലെ തിരക്ക് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. സന്നിധാനത്തെയും തിരക്കിന് ക്രമാതീതമായ കുറവുണ്ടെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇങ്ങനെ കുറഞ്ഞെങ്കിൽ പോലും നിയന്ത്രണങ്ങൾ
നിയന്ത്രണങ്ങൾ വരും മണിക്കൂറുകളിലും തുടരാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ആദ്യ ദിനം തന്നെ സന്നിധാനത്ത് വലിയ തിരക്കുണ്ടായി. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിൽ കാര്യങ്ങൾ കൈവിടുന്ന അവസ്ഥയിലേക്ക് പോയതോടുകൂടിയാണ് പോലീസ് കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് എന്തായാലും കടന്നിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഈ നിയന്ത്രണം തുടരും. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. പരമാവധി 20,000 പേർക്ക് മാത്രമായിരിക്കും ഈ സ്പോട്ട് ബുക്കിങ്ങിൽ പ്രവേശനം അനുവദിക്കുക സന്നിധാനത്തേക്കെന്നാണ് നിലവിൽ ഈ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നിലയ്ക്കൽ ഉള്ള നിയന്ത്രണങ്ങളും വരും മണിക്കൂറുകളിലും തുടരും. ക്രമാതീതമായി ഭക്തരുടെ ഒഴുക്ക് ശബരിമലയിലേക്കുണ്ട്. ഈ വിവാദങ്ങളൊന്നും തന്നെ ഈ സീസണെ ബാധിച്ചിട്ടില്ല എന്നൊരു തെളിവ് കൂടിയാണ് ഈ ഒരു വൻ ഭക്തജന തിരക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പമ്പയിൽ ഉൾപ്പെടെ പാർക്കിംഗ് സ്ലോട്ടുകൾ ഒഴിയുന്ന മുറയ്ക്ക് ഓരോ 10 മിനിറ്റിലും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. KSRTCയുടെ വാഹനങ്ങളെ ഒരു നിയന്ത്രണവുമില്ലാതെ അങ്ങോട്ട് വിടുന്നുണ്ട്. ഇതിലൂടെ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നിലയ്ക്കൽ കുടുങ്ങിയ ഭക്തർക്ക് പമ്പയിലേക്ക് പോകാൻ അവസരം ഒരുങ്ങുന്നു. ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഈ വാഹനങ്ങളിൽ KSRTC ബസ്സുകളിൽ ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകരുത്, സിറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ആളുകൾ എല്ലാ ബസ്സുകളിലും ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. KSRTC ബസ്സുകളുടെ എണ്ണം കുറവും ആളുകളുടെ എണ്ണം കൂടിയതുമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമെന്ന് വേണം പറയാൻ. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഈ സന്നിധാനത്ത് ഒരു മരണമുണ്ടായിരുന്നു. കോഴിക്കോട് സ്വദേശിനി സതി കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് ജയശങ്കറിലേക്ക് തിരികെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.